ഗഫൂർക്ക, നിങ്ങള് കടയിൽ പോയിട്ട് അരിയും സാധനങ്ങളും മേടിച്ചോണ്ടിരിക്കുന്നേ, കുറച്ച് മീനും വാങ്ങിക്കോ. എന്റെ ബാപ്പ വിരുന്ന് വരണ്ട്. പിന്നെ എന്റെ ബാപ്പ വിരുന്നതിന് നമ്മള് കട കംപ്ലീറ്റ് വാങ്ങിക്കൊണ്ടുവരല്ലേ, നമുക്ക് വേറെ പണിയൊന്നുമില്ല. അല്ല പിന്നെ എഴി ഇന്നലത്തെ മീൻകറി ബാക്കില്ലേ, കുറച്ച് ചമ്മന്തി അരിച്ചോ, 2 പപ്പടവും കാച്ചിക്കോ, അത് മതി. വയസ്സുകാലത്ത് കണ്ടമാന ഭക്ഷണം കഴിക്കരുത്. ബാപ്പാന്റെ ആരോഗ്യം നമ്മൾ വേണ്ട സുറാവി നോക്കാന്. എന്താണ് ഗഫൂർക്ക നിങ്ങൾ ഇങ്ങനെ പറയണേ? ഇങ്ങനത്തെ പിശുക്ക് പാടില്ലട്ടോ. എത്ര നാള് കൂടിയിട്ടാ എന്റെ ബാപ്പയും അനിയത്തിയും കൂടെ വിരുന്ന് വരണേ? ആരൊക്കെ? എന്റെ ബാപ്പയും അനിയത്തി. നമ്മളൊരു തമാശ പറയുമ്പോഴത്തേക്കും എന്നെ പിശുക്കെന്ന് വിളിച്ചാൽ ഞാൻ സുറാവി. പിശുക്ക് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിലും വിരുന്നുകാർക്ക് പയങ്കറി കൊടുക്കുന്ന പാരമ്പര്യം നമ്മുടെ തറവാടിനുണ്ടോ? ഒരു കാര്യം ചെയ്യ്, കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ബാപ്പാന്റെ ജീവനാണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടെ? പിന്നെ ജീവൻ അനിയത്തിനെ കൂട്ടാണ്ട് തന്നപ്പടി തനിച്ചിങ്ങോട്ട് വരട്ടെ. ജീവനായ ബാപ്പാന്റെ ജീവൻ നമ്മൾ എടുക്കും. നിങ്ങൾ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. അല്ലാ രസപ്പെട്ട് വരിയും കേറിയിരിക്കും. ഒറ്റയ്ക്കേ വരുന്നുള്ളൂ എന്ന് കരുതി നമ്മളാകെ ബേജാറായിട്ട് ഇരിക്കേനി. ഫാത്തിമ കൂടെ വന്നല്ലോ, സന്തോഷായി ഗോപിയേട്ടാ. അല്ല അമ്മോസാക്ക, ഇരിക്കൂ. ഈ ഗഫൂറിന്റെ വക നിങ്ങൾക്ക് കോഴി ബിരിയാണി ഉണ്ട്, കോഴി ബിരിയാണി. ഫാത്തിമ എനക്ക് സുഖല്ലേ? ബാപ്പച്ചി, മുംതാസിന്റെ ഓർമ്മയ്ക്ക് ഷാജഹാൻ എന്താ കെട്ടിയേ? നമ്മള് പറഞ്ഞിക്കല്ലോ സുക്കൂറെ, ഇമ്മാതിരി നിസ്സാര ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ കൊച്ചാക്കരുതെന്ന്. ഇത് ആർക്കാണ് അറിയാത്തത്? എന്നാ ബാപ്പ പറയ്. അത് ഷാജഹാൻ കെട്ടിയത് പിന്നെ ഞമ്മള് പറയാ, ഷാജഹാൻ കിട്ടിയത് താജ്മഹലാ, സ്വന്തം ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട്. മണ്ടൻ, ഇങ്ങനൊരു മണ്ടൻ ലോകത്തുണ്ടോ? നമ്മളാണെങ്കിൽ ഓൾ ഓർമ്മക്ക് വേണ്ടിട്ട് ഓൾ അനിയത്തിനെ കെട്ടിയാനേ. ഫാത്തിമ അനിയത്തി, നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ. ഇറങ്ങി പോടി സൈത്താനെ ബാപ്പ.